ഹലോ എൻ്റെ പൊന്നു പ്രേക്ഷകരെ, പൊന്നാര പ്രേക്ഷകരെ, ഈ മൊട്ട കാരണം തൊപ്പിയുടെ എല്ലാ വിലയും ഇല്ലാതായി. ഓക്കെ, അതായത് ഒരു കാര്യം ഞാൻ പറയാം, തൊപ്പി നിഹാദായി എന്ന് തിരിച്ചു വന്നോ? അപ്പോൾ തൊപ്പിയെ മുമ്പ് വിമർശിച്ചവരൊക്കെ തൊപ്പിക്ക് കൈയടിക്കുന്ന ഒരു സമയമാണ് ഇത്. ഈ സമയത്ത് ഈ മൊട്ട മമ്മു ഇന്റർവ്യൂവിൽ പോയി പറയുകയാണ്, എൻ്റെ പണി കുളിസീന് കാണലാണ്. അതായത് ഞാൻ ഫ്രീ ആവുന്ന സമയത്ത് കുളിസീന് കാണും. അതിനുശേഷം മതപണ്ഡിതന്മാരെ ഉസ്താദന്മാരെ ഒക്കെ ഇഷ്ടം പോലെ തെറി വിളിക്കുകയാണ് ഈ മൊട്ട മമ്മു. അത് കാരണം തെറി മൊത്തത്തിൽ തൊപ്പിക്ക് മാത്രമാണ്. മമ്മുവിനെ ആരും കുറ്റം പറയുന്നില്ല, മതപണ്ഡിതന്മാർ ഒക്കെ കുറ്റം പറയുന്നത് തൊപ്പിനെയാണ്. അപ്പോൾ നമ്മുടെ അൻസാരി ഉസ്താദ്, ഞാൻ അദ്ദേഹത്തെ ബഹുമാനിക്കുന്നു, അദ്ദേഹം പറയുന്ന എല്ലാ കാര്യങ്ങളും ശരിയെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദിന് ചെറിയൊരു തെറ്റ് പറ്റിയിട്ടുണ്ട്. ആ തെറ്റ് ആദ്യം ഞാൻ തിരുത്താം. ഓക്കെ, അപ്പോൾ പ്രിയപ്പെട്ട സുഹരി ഉസ്താദ് പറയുന്നത് ആദ്യം നിങ്ങളൊന്ന് കേൾക്കണം. അതിനുശേഷം സ്നേഹപൂർവ്വം സുഹരി ഉസ്താദിനോട് ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. ഓക്കെ, വാ തുറന്നാൽ അശ്ലീലം പച്ചത്തെറി മാത്രം പറയുന്ന ചില ആളുകൾ, എന്തിനേറെ സ്വന്തം അടിവസ്ത്രത്തിൻ്റെ ഉള്ളിലേക്ക് ഭക്ഷണം വാരിയിടുന്ന ആളുകൾ വരെയാണ് ഇവരെ സംബന്ധിച്ചുള്ള ഇൻഫ്ലുവൻസ് ആയ ആളുകൾ. എൻ്റെ പൊന്നു സുഹരി ഉസ്താദെ, ഇത് നിങ്ങൾ ആരെ ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായി. അതായത് തൊപ്പിനെയാണ്. ആരാണ് അടിവസ്ത്രത്തിൽ മുമ്പ് ഭക്ഷണമിട്ടത്? അത് തൊപ്പിയാണ്, നമുക്കൊക്കെ അറിയാം. പക്ഷേ പൊന്നാര ഉസ്താദെ, തെറ്റ് ചെയ്യാത്ത ആൾ ആരാണുള്ളത്? ഇസ്ലാം മതപ്രകാരം ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു മുമ്പ് എന്തൊക്കെ കുറ്റങ്ങളാണ് പൊന്നു സുഹരി ഉസ്താദ് ചെയ്തത്? അതിനുശേഷം തൗബ ചെയ്ത് തിരിച്ചു വന്ന ഒരാളല്ലേ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു. പൊന്നാര സുഹരി ഉസ്താദെ, തൊപ്പി ആകാരങ്ങളൊക്കെ ഒഴിവാക്കി നിലവിൽ നിഹാദായാണ് പൊന്നാര ഉസ്താദ് തൊപ്പി മുന്നോട്ട് പോകുന്നത്. പൊന്നാര ഉസ്താദ് കാണാൻ വേണ്ടി ചെറിയൊരു വീഡിയോ ക്ലിപ്പ് ഞാൻ സൈഡിൽ വെച്ച് തരാം. സ്നേഹപൂർവ്വം പൊന്നാര ഉസ്താദ് ഇത് കാണണം. ഓക്കെ, പക്ഷെ തൊപ്പിയുടെ ഇന്റർവ്യൂസ് ഒക്കെ ഭയങ്കര വൈറലാണ്. കാരണം അത്രയും ആൾക്കാർ തൊപ്പിനെ ഇഷ്ടപ്പെടുന്നുണ്ട്, അതുകൊണ്ടാണ് തൊപ്പിന്റെ ഇന്റർവ്യൂ വൈറലാവും. ഇപ്പം തൊപ്പി എന്ന് പറഞ്ഞ ക്യാരക്ടർ ഞാൻ വിട്ടു, ഇപ്പം നിഹാദാണ്. അപ്പം എൻ്റെ അത്ര വൈറലാന്ന് എനിക്ക് തോന്നുന്നില്ല. ആ ഒരു നോർമൽ മൂഡിലേക്ക് പോയി ഓൾറെഡി. അപ്പം വൈറലാവുന്നുള്ള പ്രതീക്ഷ ഒന്നുമില്ല. പൊന്നാര സുഹരി ഉസ്താദെ, ഒരു കാര്യം പറയുകയാണ്, തെറ്റ് ചെയ്തത് മമ്മുവാണ്. പക്ഷേ നിങ്ങളുടെ പറച്ചിലിൽ എനിക്ക് മനസ്സിലായത് നിങ്ങൾ പറയുന്നത് തൊപ്പിനെയാണ്. കാരണം തൊപ്പിയുടെ കൂടെയാണല്ലോ മമ്മുള്ളത്. പൊന്നാര ഉസ്താദെ, ആ ക്യാരക്ടറൊക്കെ മാറ്റിവെച്ച് സത്യസന്ധനായാണ് നിലവിൽ തൊപ്പി വീഡിയോ ചെയ്തത്. അത് പൊന്നാര ഉസ്താദ് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കണം. ഓക്കെ, പിന്നീട് പൊന്നാര ഉസ്താദ് പറയുന്നത്, സുഹരി ഉസ്താദ് പറയുന്നത് ക്ലിയർ ആണ്, 100% ശരിയായിട്ടുള്ള വാക്കുകളാണ്. ആ വാക്ക് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. ഓക്കെ, കുട്ടി ചിരിക്കുന്നു. ഔ എന്താ ചിരി, എന്തൊരു സന്തോഷം. നാണം വരുന്നുണ്ടല്ലേ? ഔ മോളെ, അവൻ എത്തി നോക്കിയ സമയത്ത് ആ കുളിമുറിയിൽ കുളിച്ചുകൊണ്ടിരുന്നത് ഏതെങ്കിലും ഒരുത്തൻ്റെ ഉമ്മയോ പെങ്ങളോ സഹോദരിയോ മകളോ ആയിരിക്കും. നിങ്ങളും ഒരു സ്ത്രീയല്ലേ, ജനങ്ങളെല്ലാം ഇത് കാണുന്നതാണെന്നുള്ള ബോധ്യത്തിൽ വെറുതെ എങ്കിലും ആ എക്സ്പ്രഷൻ ഒന്ന് മാറ്റി, അങ്ങനെയൊക്കെ സംഭവിച്ചിരിക്കണോ, ആളുകളെ ബോധിപ്പിക്കാനെങ്കിലും. ഇപ്പം നിങ്ങളുടെ ഈ ചിരി കാണുമ്പം കാഴ്ചക്കാരെന്താ മനസ്സിലാക്കേണ്ടത്? എന്തൊരു സന്തോഷം, എന്തൊരു പ്രോത്സാഹനം അല്ലേ? ക്യൂരിയോസിറ്റി പോരാ. ഇഷ്ടപ്പെട്ട്. പക്ഷെ ഉസ്താദ് പറഞ്ഞത് 100% ശരിയാണ്. അതായത് മമ്മു ഈ സ്ത്രീയോട്, അതായത് ഈ ഇന്റർവ്യൂ എടുക്കുന്ന സ്ത്രീയോട് പറയുന്നു, ഞാൻ ഇഷ്ടം പോലെ പെണ്ണുങ്ങളുടെ കുളി കണ്ട ഒരാളാണ്, കുളിസീന് കണ്ട ഒരാളാണെന്ന് പറയുമ്പോൾ ഈ പെണ്ണ് തിരിച്ചു ചോദിക്കണമായിരുന്നു, എന്തിന് നീ കാണാൻ പോയി? അങ്ങനെ ചെയ്യണമായിരുന്നു. പെണ്ണെന്താണ് ചെയ്തത്? താഴേക്ക് നോക്കി നാണത്തോട് ചിരിച്ചതാണ്. ഇതെന്താണ് പൊന്നാര പെണ്ണെ പറയുന്നത്? ഒരൊറ്റ കാര്യം പറയുകയാണ്, പൊന്നു സുഹരി ഉസ്താദ് മനസ്സിലാക്കാൻ വേണ്ടി ഒരു വീഡിയോ ക്ലിപ്പും കൂടി ഞാൻ വെക്കുകയാണ്. അതായത് എൻ്റെ പൊന്നു സുഹരി ഉസ്താദെ, ഇത്തരത്തിൽ തെണ്ടിത്തരം ചെയ്ത മമ്മുവിനെ തൊപ്പി പുറത്താക്കുകയാണ്. ആ ഒരു വീഡിയോ ക്ലിപ്പും പൊന്നാര സുഹരി ഉസ്താദ് ഒന്ന് കാണണം. ഓക്കെ, ഞാൻ പണ്ട് ചെയ്ത ഇതെല്ലാം മായ്ച്ചു കളഞ്ഞ് എല്ലാവർക്കും നല്ലൊരു ഇതിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി കഷ്ടപ്പെടുന്നു. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഇവൻ ഒരാൾ കാരണം ഇങ്ങനെ എല്ലാവർക്കും ചീത്തപ്പേര് വരുവാണെങ്കിൽ പിന്നെ അവിടെ വേറൊന്നും ചെയ്യാനില്ല. ഓക്കെ, ജസ്റ്റ് ഒരു പോളെടുപ്പ്, ഒരു വോട്ടെടുപ്പ് ഇവിടെ ഉണ്ടാവും. ഓക്കെ, ഒരു പോള് ഞാനിടും കുറച്ച് കഴിഞ്ഞിട്ട്. അപ്പോൾ അതിൽ മമ്മുന കിക്ക് ചെയ്യണമെന്ന് പറയുന്നവർ കിക്ക് ചെയ്യണമെന്ന് പറയാം, അല്ലെങ്കിൽ മമ്മുനൊരു ചാൻസും കൂടി കൊടുക്കണം എന്ന് പറയുന്നവർ അത് പറയാം. ചാൻസ് കൊടുക്കാനൊന്നും ആരും പറയുന്നില്ല, വളരെ കുറവാണ്, ആരും പറയുന്നില്ല, വളരെ കുറവാണ്. പിന്നെ മാനേജ്മെൻറ്റ് എന്നോട് നമ്മളിങ്ങനെ ഒരു മീറ്റിംഗ് ഇരുന്നപ്പം ഇങ്ങനെ ഓഡിയൻസിൻ്റെ ഇതും കൂടിയും അഭിപ്രായം കൂടി ചോദിച്ചിട്ട് നോക്കി ചെയ്തോ എന്നുള്ള ഒരു സംഭവം വന്നിട്ടുള്ളത്. ഓക്കെ,
പൊന്നാര പ്രേക്ഷകരെ, തൊപ്പി കടുത്ത തീരുമാനമെടുക്കുകയാണ്. 6 മാസത്തേക്ക് മമ്മുവിനെ സസ്പെൻഡ് ചെയ്യുകയാണ്. അതിൻ്റെ അർത്ഥം 6 മാസം കഴിഞ്ഞതിന് മമ്മു കയറാനൊന്നും പോകുന്നില്ല. ഓക്കെ, അപ്പോൾ തൊപ്പിക്ക് പറ്റുന്നതിൽ എന്തൊക്കെ ശിക്ഷയാണോ കൊടുക്കാൻ പറ്റുന്നത് അതൊക്കെ തൊപ്പി കൊടുക്കുകയാണ്. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, മമ്മു ഈ കാര്യം പറഞ്ഞത് കൊണ്ട് സോഷ്യൽ മീഡിയയിൽ തെറി വിളിക്കുന്നത് തൊപ്പിനെയാണ്. എല്ലാ വ്ളോഗർമാരും എല്ലാ മതപണ്ഡിതന്മാരും എല്ലാവരും തെറി വിളിക്കുന്നത് തൊപ്പിനെ മാത്രമാണ്. തൊപ്പി എന്ത് തെറ്റ് ചെയ്തിട്ടാണ്? ഒരൊറ്റ കാര്യം പറയുകയാണ്, തൊപ്പി നിഹാദായി തിരിച്ചു വന്നതിന് ശേഷം തൊപ്പി ഒരു അശ്ലീല വാക്ക് പോലും പറഞ്ഞിട്ടില്ല. എൻ്റെ പൊന്നാര ചങ്ങൈമാരെ, ഈ മൊട്ട പോയി അങ്ങനെയൊക്കെ പറഞ്ഞതിന് തൊപ്പി എന്ത് ചെയ്യാനാണ്? പൊന്നാര ദുഹരി ഉസ്താദ് കുറച്ച് കാര്യങ്ങളും കൂടി പറയുന്നുണ്ട്, അതും കൂടി നമുക്കൊന്ന് കേട്ട് നോക്കാം. ഓക്കെ, കുറേ വീട്ടിൽ പോയിട്ടുണ്ട്. അതായത് എടാ എങ്ങനെ ശരിക്കും രാത്രിക്കൊന്നല്ല, പകലെന്നെ പോകും. അപ്പൊ ഓടയിളക്കി ഒരു ക്യൂരിയോസിറ്റി, കാണാനുള്ള ഒരു ത്വര. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, പുറം രാജ്യങ്ങളിലൊക്കെ അവിടെയുള്ള മീഡിയകൾ ആരെയാണ് ഇന്റർവ്യൂ ചെയ്യാറുള്ളത്? ആ നാട്ടിലെ പ്രതിഭാനിരതരായ ആളുകൾ അല്ലേ. ഉദാഹരണം പറഞ്ഞാൽ ക്രിസ്ത്യാനോ റൊണാൾഡോനെ പോലുള്ള പ്രതിഭാശാലികളായ വ്യക്തിത്വം അവരുടേതായ മേഖലയിൽ കയ്യൊപ്പ് ചാർത്തിയിട്ടുള്ള പ്രതിഭ കാണിച്ചിട്ടുള്ള വ്യക്തിത്വങ്ങളെയാണ്. നമ്മുടെ നാട്ടിൽ എങ്ങനെയായിരിക്കും? നിങ്ങൾ ഒരു നിമിഷം തിരിച്ചു നോക്ക്. നമ്മുടെ നാട്ടിൽ ഇന്റർവ്യൂ ചെയ്യുന്ന ആരെയൊക്കെയാണ്? കാലിലെ ചുമപ്പ് മാറുന്നതിന് മുമ്പ് വീട്ടുകാരെ പറ്റിച്ച് ഒളിച്ചോടി കല്യാണം കഴിച്ച കവിതാക്കൾ, സ്വന്തം ഭാര്യ അല്പവസ്ത്രം ധരിച്ച് കിടന്നുറങ്ങുമ്പോൾ അതുവരെ ഷൂട്ട് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ട് ആ യൂട്യൂബ് വരുമാനം കൊണ്ട് കാറും ബസ്സും മേടിക്കുന്ന ആളുകൾ. 100% സുഹരി ഉസ്താദ് പറഞ്ഞത് ശരിയാണ്. അതായത് ഈ മൊട്ടയൊക്കെ ഇന്റർവ്യൂക്ക് വിളിക്കാൻ എന്ത് യോഗ്യതയാണ് ഈ മൊട്ടക്കുള്ളത്? ഈ മൊട്ട മമ്മുന് എന്ത് യോഗ്യതയാണുള്ളത്? അതായത് തൊപ്പിയുടെ ലൈവിൽ എന്തോ 2 കാര്യം വിളിച്ചു പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് ഈ മൊട്ടയെ വിളിക്കണോ? തൊപ്പിയെ വിളിക്കുന്നത് വേറെ കാര്യമാണ്. തൊപ്പിക്ക് ഇഷ്ടം പോലെ ഫാൻസ് ഉണ്ട്. തൊപ്പി ഒരു 8 വർഷമായി സോഷ്യൽ മീഡിയയിൽ, അങ്ങനെ പറയാം നമുക്ക്. ഓക്കെ, ഈ മൊട്ട വന്നിട്ടാകെ 1 മാസമേ ആയതേ ഉള്ളൂ. എന്തൊക്കെ വൃത്തികളാണ് ഈ മൊട്ട മുമ്പ് ചെയ്തത്? ഓക്കെ, തൊപ്പി ചില കാര്യങ്ങൾ പറയുന്നുണ്ട്, അതും കൂടി നമുക്കൊന്ന് കേട്ട് നോക്കാം. ഓക്കെ, ഫാമിലിക്കാർക്കും അങ്ങനെ അവരിത് പറയുന്നതല്ല കേട്ടോ. അങ്ങനെ ഞാൻ അവരുമായിട്ട് ആരുമായിട്ട് ഇതില്ല, കോണ്ടാക്ട് ഇല്ല. എനിക്ക് എൻ്റെ ഉമ്മാനെ കാണണം, തിരിച്ചു വരണം, അത്രേ ഉള്ളൂ എനിക്ക്. അപ്പം ഞാനിത് അറിയില്ല, ഇങ്ങനെ ഒരു കല്യാണം അവിടെ നടക്കുന്നുണ്ട്. എൻ്റെ കസിൻ്റെ കല്യാണമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാനവിടെ പോയപ്പോൾ ഓൾക്ക് ഭയങ്കര ഇതായി, ഓള് എക്സൈറ്റഡ് ആയി, ഭയങ്കര സന്തോഷമായി അവൾക്ക്. എനിക്കറിയില്ലായിരുന്നു കല്യാണം. ഞാൻ ഉമ്മാനെ കാണാൻ വേണ്ടി പോയത്. അപ്പോൾ പറയുന്ന അവിടെ കല്യാണം, കസിൻ്റെ കല്യാണം, എല്ലാവരും അവിടെയാന്ന് പറഞ്ഞു. അപ്പം ഞാനവിടെ പോയി പുറത്ത് വെയിറ്റ് ചെയ്തു. മീൻസ് അവിടെ ഈ കല്യാണത്തിന് എന്ന് പറഞ്ഞാൽ രാവിലെ നിക്കാഹായിരിക്കും. നിക്കാഹിന് ആണുങ്ങൾ മാത്രം പള്ളിയിൽ പോകും, പെണ്ണുങ്ങൾ മാത്രമേ കല്യാണ വീട്ടിലുണ്ടാവും. അപ്പോൾ ആണുങ്ങളെല്ലാവരും കല്യാണത്തിന് പോകാൻ വേണ്ടി ഞാൻ നോക്കി പുറത്ത് വെയിറ്റ് ചെയ്തു. എല്ലാവരും പോയി. എൻ്റെ കാർഡോർ മാറും ഇങ്ങനെ മനസ്സിലാവും. ഇപ്പം കാർഡോർ ഇങ്ങനത്തെ ആൾക്കാരെല്ലാം പള്ളിയിലേക്ക് പോയി എന്ന് ഉറപ്പ് വരുത്തിയപ്പോൾ ഞാൻ ആരും കാണാണ്ട് മെല്ലെ കല്യാണ വീട്ടിലേക്ക് കയറി ഉമ്മാനെ കണ്ട് എല്ലാവരും പെങ്ങളൊക്കെ കണ്ട് അങ്ങനെ പൊന്നാര സുഹരി ഉസ്താദിനോട് ഒരു കാര്യം കൂടി പറയുകയാണ്. കേട്ടല്ലോ സുഹരി ഉസ്താദെ, അതായത് നിലവിൽ ഒരൊറ്റ കാര്യം പറയുകയാണ്, മതമായി തൊപ്പി സപ്പോർട്ടില്ല, ഞാൻ സമ്മതിച്ചു. അതായത് മതപരമായി അല്ല, നിലവിൽ സോഷ്യൽ മീഡിയയിൽ തൊപ്പിക്ക് നല്ല സപ്പോർട്ടാണ് ഉസ്താദെ. തൊപ്പിയുടെ മുമ്പത്തെ ക്യാരക്ടർ മൊത്തത്തിൽ തൊപ്പി ഒഴിവാക്കി എൻ്റെ പൊന്നാര സുഹരി ഉസ്താദെ. അതായത് തൊപ്പിയുടെ ലൈവിൽ ഒരു വൃത്തികേടും തൊപ്പി നിലവിൽ പറയുന്നില്ല, ആരെ കൊണ്ടും പറയിപ്പിക്കാൻ സമ്മതിക്കുന്നില്ല പൊന്നാര ഉസ്താദെ. അതായത് ഞാൻ ഇങ്ങനെ പറയാൻ കാരണം, ആദ്യം ഉസ്താദ് പറഞ്ഞു മറ്റേ ഭക്ഷണങ്ങളൊക്കെ കുഹ്യസ്ഥാനത്തിലേക്കൊക്കെ ഇട്ട ആളല്ലേ തൊപ്പി എന്നാണ്. അത് ഇട്ടത് തൊപ്പി മാത്രമാണ്. അപ്പോൾ പൊന്നാര ഉസ്താദെ, മുമ്പ് അത് ചെയ്തത് ശരിയാണ്, പക്ഷെ അതൊക്കെ ഒഴിവാക്കിയ ഒരാളാണ്. തൊപ്പിയുടെ ഒരു പാർട്ട്ണർ മമ്മു എന്ന് പറയുന്ന മൊട്ട ഇത്തരത്തിൽ വൃത്തികേട് ചെയ്തപ്പോൾ പൊന്നാര ഉസ്താദെ, അവിടെ നമ്മൾ പ്രതിയാക്കേണ്ടത് മമ്മുനെ മാത്രമാണ് എൻ്റെ പൊന്നാര ഉസ്താദെ. ഓക്കെ, ഏതായാലും ദർസിനെ പറ്റി മമ്മു എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്. അവിടെ ഉസ്താദന്മാർ ശരിയില്ല, എന്തൊക്കെയോ വൃത്തികേട് ദർസിനെ പറ്റി മമ്മു പറഞ്ഞിട്ടുണ്ട്. അതിനുള്ള ഉത്തരം ദുഹരി ഉസ്താദ് കൊടുക്കുന്നു, അതും കൂടി നമുക്കൊന്ന് കേട്ട് നോക്കാം. ഓക്കെ, പക്ഷെ നിങ്ങളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഞാനടക്കമുള്ള സാധുക്കളായ വിദ്യാർത്ഥികൾ ദറസിൽ പഠിച്ചവരാണ്. ഈ ദറസിലേക്ക് വരുന്നതിന് വേണ്ടിയാണെന്നറിയുമോ? നമ്മുടെ നിലവിലുള്ള എന്തെങ്കിലും പോരായ്മകൾ, സ്വഭാവ ദൂഷ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറി നാടിനും നാട്ടാർക്കും വീട്ടുകാർക്കും ഉപകാരപ്പെടുന്ന ഉത്തമ ഉത്കൃഷ്ട സ്വഭാവത്തിന് ഉടമയാകാൻ വേണ്ടിയാണ് ഈ ദറസിലേക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ അവിടെ വന്നിട്ട് നേരത്തെ പറഞ്ഞതുപോലെ കുളിമുറി ഒളിഞ്ഞു നോക്കാൻ പോയാലോ അത് ഓടളക്കാൻ പോയാലോ നടപടിയാവില്ല. അത് ഇസ്ലാമിക കലാലയങ്ങളിൽ നിന്നല്ല. ഇന്ന് ഈ ആധുനിക യുഗത്തിൽ തന്നെ ഏതെങ്കിലും സ്ഥാപനം വെക്കുന്ന ഡിസിപ്ലിൻ പാലിച്ചില്ലെങ്കിൽ ശിക്ഷണം അടിയല്ലെങ്കിൽ പോലും പുറത്താക്കൽ, സസ്പെൻഡ് ചെയ്യൽ, ഡിസ്മിസ് ചെയ്യലൊക്കെ ഇല്ലേ. എന്നാൽ ദറസിൽ ഗുരുനാഥൻ്റെ സാന്നിധ്യത്തിൽ കുട്ടികളെ നിരീക്ഷിക്കുന്നത്,
കുട്ടികളെ നോക്കുന്നതൊക്കെ അവിടുത്തെ സീനിയർ വിദ്യാർത്ഥികളായിരിക്കും. 100% ശരിയാണ് സുഹരി ഉസ്താദ് പറഞ്ഞത്. അതായത് മമ്മു ദർസിൽ പഠിക്കുമ്പോൾ ആരുടെയോ കുളി സീൻ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും, അത് കണ്ടിട്ടായിട്ടുണ്ടാവും ഇടിച്ചത്. അതിപ്പോ ദർസിൽ നിന്നല്ല, ലോകത്തുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനത്തിലും ആരുടെയെങ്കിലും കുളി സീന് കണ്ടാ വെറുതെ വിടോ? ഇല്ല, ശരിക്കും കൊടുക്കും. അതിന് ഇന്റർവ്യൂവിൽ കയറി വന്ന് പറയുകയാണ് ദർസിൽ എനിക്ക് നല്ലോണം ഇടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ്. എന്താണല്ലേ? ഓക്കെ, തൊപ്പി കുറച്ചും കൂടി കാര്യങ്ങൾ വീണ്ടും പറയുന്നു, അതും കൂടി നമുക്കൊന്ന് കേൾക്കാം. ഓക്കെ, പെങ്ങന്മാരൊക്കെ അവരൊക്കെ ഹാപ്പിയാണോ ഇപ്പൊ തൊപ്പി ചെയ്യുന്നതില്? എങ്ങനെ അല്ല, ഇപ്പൊ തൊപ്പി ചെയ്യുന്നതിൽ അവരൊക്കെ ഹാപ്പിയാണോ പെങ്ങന്മാർ? കാരണം ഇപ്പം ഞാൻ ചോദിച്ചിട്ടില്ല അവര് ഹാപ്പി ആണോന്ന് ചോദിച്ചാൽ എത്രയോ പേരാണ് തൊപ്പീനെ ഇഷ്ടപ്പെടുന്നത്, എത്രയോ ആൾക്കാർക്കാണ് തൊപ്പി ഭയങ്കര മോട്ടിവേഷൻ ആയിട്ടുള്ള. ലൈക്ക് ഇപ്പൊ തൊപ്പി എനിക്ക് തോന്നുന്നു സ്ട്രീമിംഗ് ആണെങ്കിൽ ചെയ്യുന്നതിന് മുന്നേ വരെ നമുക്ക് അത്ര അറിയത്തില്ല സ്ട്രീമിംഗ് ഇത്രയും നല്ലൊരു പ്ലാറ്റ്ഫോം ആണ്, അത് ലൈക്ക് അതിനകത്ത് നിന്ന് ഇത്രയും ലൈക്ക് ഫണ്ട് ഉണ്ടാക്കാൻ പറ്റുന്നുള്ള കാര്യങ്ങളും ഒരുപാട് ആൾക്കാർക്കൊന്നും അറിയത്തില്ലായിരുന്നു. അപ്പം എത്രയോ പേരെ തൊപ്പീനെ ഇഷ്ടപ്പെടുന്നത്. ആദ്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഇപ്പൊ കുറെ ആൾക്കാർ എന്നെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് പറയുന്നുണ്ടല്ലോ, അത് നിങ്ങൾ ഈ സോഷ്യൽ മീഡിയ POV ചിന്തിക്കുന്നതുകൊണ്ടാണ്. നമ്മുടെ നാട്ടിൽ എന്നെല്ലാം പറഞ്ഞാൽ വേറൊരു ടൈപ്പ് ആൾക്കാർ ഈ ലോകത്ത് ജീവിക്കുന്നുണ്ട്, അത് ആരും മനസ്സിലാക്കുന്നില്ല. എൻ്റെ ഫാമിലി എന്ന് പറഞ്ഞാൽ ഒരിക്കലും അങ്ങനെ ഞാൻ അങ്ങനെ ഒരുപാട് ആൾ എന്നെ ഇഷ്ടപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ കുറേ പൈസ ഉണ്ടാക്കുന്നുണ്ട്, അല്ലെങ്കിൽ എനിക്ക് കുറേ ഫെയിം ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് അക്സെപ്റ്റ് ചെയ്യുന്ന കൂട്ടത്തിലല്ലാത്ത ആൾക്കാരുണ്ട്. എൻ്റെ ഫാമിലി മാത്രമല്ല, നമ്മുടെ നാട്ടിലെന്നല്ല, മലബാർ ഏരിയയിലെല്ലാം കുറേ ഫാമിലീസ് അങ്ങനെ ഓർത്തഡോക്സ്, എക്സ്ട്രീംലി ഓർത്തഡോക്സ് ആയിട്ടുള്ള ഫാമിലീസ് ഉണ്ട്, അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. ഇത് 100% ശരിയാണ്. അതായത് തൊപ്പിയുള്ളത് യൂട്യൂബ് ചാനലിലാണ്. അപ്പോൾ ചിലർക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, നല്ല രീതിയിൽ മുസ്ലിം മതപ്രകാരമാണ് ഞാൻ പറയുന്നത്, വേറൊന്നുമല്ല. നല്ല രീതിയിൽ 5 വഖത്ത് നിസ്കരിച്ച് മതം ഫോളോ ചെയ്യുന്നവർക്ക് ഇതൊന്നും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂല. ഓക്കെ, അവർ വിമർശിക്കും. ആ ഒരു കൂട്ടത്തിലാണ് തൊപ്പിയുടെ ഫാമിലി. അതായത് തൊപ്പി ലൈവ് ചെയ്യുന്നത് അവർക്കൊന്നും ഇഷ്ടമില്ല. അപ്പോൾ പൊന്നാര സുഹരി ഉസ്താദിനോട് എനിക്ക് പറയാനുള്ളത്, ഇസ്ലാമികമായി തൊപ്പി സപ്പോർട്ടില്ല, സമ്മതിച്ചു. ഓക്കെ, പക്ഷേ പൊന്നാര ഉസ്താദെ, വൃത്തികേട് വിളിച്ചു പറയുന്ന കാര്യം തൊപ്പി അത് ഒഴിവാക്കിയിട്ടുണ്ട്. ആ കാര്യം വീണ്ടും വീണ്ടും നിങ്ങൾ ഓർമ്മിപ്പിക്കല്ലേ എൻ്റെ പൊന്നാര സുഹരി ഉസ്താദെ. പക്ഷേ പൊന്നാര ഉസ്താദെ, തൊപ്പിയെ നമ്മൾ ഒരിക്കലും പ്രതിയാക്കണ്ട. മുമ്പ് തൊപ്പി അങ്ങനെയായിരുന്നു, സമ്മതിച്ചു. നിലവിൽ തൊപ്പി അങ്ങനെയല്ല എൻ്റെ പൊന്നാര ഉസ്താദെ. പിന്നെ മൊട്ട മമ്മു ഒരു കാര്യം പറയുകയാണ്. ഓക്കെ, അന്നം തന്നത് നിനക്ക്, അതായത് ഫുഡ് തരുന്നത് തൊപ്പിയാണ്. ആ കാര്യം നീ മറക്കണ്ട. ഓക്കെ, നീ കാരണം തൊപ്പിയുടെ എല്ലാ സ്റ്റാറ്റസും ഇല്ലാതായി മൊട്ട മമ്മു. ഓക്കെ, അപ്പോൾ ഏതായാലും ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഓക്കെ, ബൈ.